തലപതി നമ്മുടെ തലപതി വിജയ് സാറിന്റെ ബർത്ത്ഡേ ആണ് 50ാമത്തെ ബർത്ത്ഡേ. അപ്പൊ ഞങ്ങളുടെ തല അജിത്തിന്റെ 50ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോ 53 നിങ്ങളിപ്പോ ആയതേ ഉള്ളൂ, ചെറിയ വൈകുന്നേരം. അപ്പോ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തലപതിയുടെ പുതിയൊരു റിയാക്ഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ദി ഗോട്ടിന്റെ ഒരു ഷോർട്സ് അവര് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ പടമാണ് ഇത്. കഴിഞ്ഞ ഒരു പടം കൂടെ ഉണ്ടല്ലേ? ഇത് കഴിഞ്ഞ ഒരു പടം കൂടെ ഉണ്ടെന്ന് പറയുന്നു. അല്ല, പടമുണ്ട്. അപ്പം ഇതിനകത്ത് യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ വെങ്കട് പ്രഭുവിന്റെ ഏത് പടത്തിനകത്താണ് പുള്ളി തന്നെയാണ്. ഒന്ന് കണ്ടു നോക്കിയല്ലോ. It's time to see the answer. അജിത്തിന്റെ കോപ്പി. It's time to hear the answer. അജിത്തിന്റെ കോപ്പി. ബൈക്ക്. എന്താ? തലേ കോപ്പി അടിച്ചാ. രണ്ട് വിജയ. എവിടെ? എടാ. കൊള്ളാം. The greatest of all the time. September 5 Yes, മോനെ ഇന്റർനാഷണൽ മേക്കിംഗ് സ്റ്റൈൽ. ഇന്റർനാഷണൽ എന്താണ്? ഞങ്ങൾ അജിത്തിന്റെ കോപ്പി തന്നെയാണ്. എങ്ങനെ കോപ്പി? ബൈക്ക്. ഒറിജിനലി ബൈക്ക് ഓടിക്കുന്ന അജിത്താ. കോപ്പി അടിച്ച് വെച്ചിട്ട് വെങ്കട് പ്രഭു ഇത് ഭയങ്കര വെങ്കട് പ്രഭു ചെയ്ത് മോശമായി. എന്ത് കോപ്പി നീ പറയുന്നത്? അപ്പൊ വേറെ ആർക്കും ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല? പറ്റും. അജിത്തിന്റെ ഒരു സെറ്റപ്പ് ആണല്ലോ അത്. എങ്ങനെ? അത് മങ്കാത്തേക്കകത്ത് അജിത്ത് 2 അജിത്തായിട്ടാണ് ഓടിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ചെയ്യത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മറ്റേ പ്രതി ബൈക്ക് ഓടിച്ചാണല്ലോ ഫുട്ബോൾ മാച്ചിന് മുമ്പ് അവിടെ ചെല്ലുന്നത്. അതെ. അപ്പൊ അത് അജിത്തിന്റെ കോപ്പിയാണ്. അതെ, ഞാൻ പറയട്ടെ. വെങ്കട് പ്രഭുവിന്റെ ഒരു പടം ഉണ്ടല്ലോ, നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ ഒരു പടം ഉണ്ടല്ലോ മങ്കാത്ത. അതിനകത്ത് ഇതിനകത്താണല്ലോ വരുന്നത്. ഏത് ബൈക്കിനകത്താണല്ലോ അജിത്ത് വരുന്നുണ്ടല്ലോ. അതിന്റെ അകത്ത് തന്നെ അജിത്ത് കാറിൽ വരുന്നുണ്ടല്ലോ ഫസ്റ്റ് സീനില്. ഉണ്ട്, ഇതിനകത്ത് കാർ എടുക്കുമല്ലോ. അപ്പൊ ഇച്ചിരി വ്യത്യസ്തമായിട്ട് വേറൊരു രീതി പറഞ്ഞാൽ ഇപ്പൊ ബൈക്കിന് വരെ ഒരു ഫ്ലൈറ്റോ. എന്നിട്ട് വേണം നീയൊക്കെ ഞങ്ങള് ഫ്ലൈറ്റ് റോട്ടിൽ കൂടെ ഓടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കൊക്കെ അടുത്ത ഇതുണ്ടാക്കാം അല്ലേ? അല്ല, അത് ഓടിക്കത്തില്ലേ? ഇല്ല, ഓടിക്കത്തില്ല. ഞങ്ങൾ അവരൊക്കെ നിർത്തി റോട്ടിൽ ഞങ്ങൾ നിർത്തി റോട്ടിൽ ഓടിക്കത്തില്ല, ഞങ്ങൾ മേളിൽ കൂടെ ഓടിക്കത്തുള്ളൂ. മറ്റേ ബിൽഡിംഗിൽ വിളിന്ന് പറക്കുന്നോ? അത് കഴിഞ്ഞു. അതായത് ഇപ്പൊ ഫ്ലൈറ്റ് അല്ല ഓടിക്കുന്നതിന് കുഴപ്പമുണ്ടായി. എന്നാണ് ഡിയർ നൻബീസ് പ്ലീസ് യൂസ് ഹെഡ്ഫോൺ. അത് തുറക്കുമായിരുന്നല്ലേ. എന്തായാലും ഒരു ഇന്റർനാഷണൽ മേക്കിംഗ്. വേറൊരു കാര്യം, ഒരു കാര്യമുണ്ട്, സയന്റിസ്റ്റ് ആണ് ഒരാള്. അതിന്റെ അകത്ത് ഒരു വിജയ് സയന്റിസ്റ്റ് ആണ്. എനിക്കൊന്ന് ആ വിജയ് തന്നെ ക്ലോൺ ചെയ്ത് എടുക്കുന്നതാണ് മറ്റേ വിജയന്. അപ്പൊ എന്തായാലും പിന്നെ വേറൊരു കാര്യത്തിൽ സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്കൊരു, അതായത് അതിന് നമുക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ അതായത് സിനിമ നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വിഷമമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ നല്ല നല്ല സിനിമകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അടി ഉണ്ടാക്കണതിന് നമ്മുടെ അണ്ണം വേണം. അതെ, അത് സത്യമായി. ആരോട് അടി ഉണ്ടാക്കും? ഇപ്പൊ നമ്മള് സൂര്യ ആണെങ്കിലും വിജയ് അജിത്ത് ആണെങ്കിലും നമ്മളെല്ലാം നോക്കിയാൽ ഈ പുള്ളിയായിട്ട് നമുക്ക് അടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇദ്ദേഹം സിനിമ ഫീൽഡ് വിട്ടു പോകരുതെന്നാണ് നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹം. അപ്പം എങ്ങനെയാന്ന് അറിയത്തില്ല. അടിപൊളി പടമാണ് ഇത്. അല്ല, പടം ഇത് അടിപൊളിയാ. ലാസ്റ്റ് ഒരു പടം പുള്ളിയുടെ വരുന്നുണ്ട് വിജയുടെ. അപ്പൊ അതിനകത്ത് എനിക്കൊന്ന് അതിലും കുറച്ചും കൂടെ അത് ഒരു പൊളിറ്റിക്കൽ സിനിമയാണ് ചാൻസ്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ ശങ്കറിനെ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പടം മുതൽവൻ 2 അത് വിജയ് നമ്മുടെ തലപതി കൊണ്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇത് കിട്ടിയേനെ. കാരണം ശങ്കർ പണ്ടത്തെ ഒരു മേക്കിംഗ് ഒന്നും ഇല്ലടാ ഇപ്പം. ഇന്ത്യൻ 2 തന്നെ അത് ഡിലേ ആക്കട്ടെ. നമുക്ക് സിനിമ കണ്ടാലേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ 2 ഇല്ലേ, സോറി മുതൽവൻ 2. മുതൽവൻ 2-നകത്ത് ഞാൻ പറഞ്ഞ അതേ സ്റ്റോറി തന്നെ വേണമെന്നാ. ഒരു ദിവസത്തിന് 2 ദിവസത്തേന് ആ സെയിം സാധനം അങ്ങനെ എടുക്കരുത്. ഇപ്പൊ എടുത്താല ആ പടം എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തും അങ്ങനെ. അതായത് ആ പടം സെയിം ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ സെക്കൻഡ് കളർ ഡിഫറെന്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിന്റെ മ്യൂസിക് യുവൻ ശങ്കർ രാജ ചെയ്തേക്കുന്നത്. അത് ഏത് പടം? വെങ്കട് പ്രഭുവിന്റെ യുവൻ ശങ്കർ രാജ വിട്ട് ചെയ്തിട്ടുള്ള നല്ല കഴിവുള്ള ഒരു നടനാണ്. അല്ല, കഴിവുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാരും തഴയുമാണ്. ആ കാര്യം യാതൊരു സംശയം.
പിന്നെ ഇതിനകത്ത് മെയിൻ വെങ്കട് പ്രഭുവിന്റെ ആൾക്കാരെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാത്തിനും വെങ്കട് പ്രഭുവിന്റെ അനിയനില്ലാതെ ഒരു കളിയില്ല. അതുകൊണ്ട് വെങ്കട് പ്രഭുവിന്റെ എല്ലാവരും ഇതിനകത്ത് ഏത് സിനിമയിലാണെങ്കിലും അതേ ടീമും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഒരാൾ തന്നെയായിരിക്കും. ഇനി ഇവർ രണ്ട് കസിൻസ് ആണ്. അല്ല അത് വേണമല്ലോ, ഒരു ടീം അങ്ങനെ വേണമല്ലോ. ഇനി ഇവരെ വെക്കാതെ പടം ചെയ്ത് എല്ലാവരും ചോദിക്കത്തില്ല ഇതെന്നാ ഇപ്രാവശ്യം അവരെ വെക്കാഞ്ഞ് നിങ്ങൾ പിണങ്ങിയോ എന്ന് ചോദിക്കത്തില്ല. അതൊക്കെ ശരിയാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ടത് ഗോട്ടിന്റെ ഒരു ബർത്ത്ഡേ ഷോട്ട് എന്ന് പറയുന്ന രീതിയിൽ അവർ ഇറക്കിയതായിരുന്നു. എനിക്കിത് പടം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടില്ല, റിയാക്ഷൻ ഒന്നും ചില. അല്ല ഈ പടം എന്ന് വരുന്നത് സെപ്റ്റംബർ 5 ഈ പടം വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വിടാമുയർച്ച എനിക്ക് അറിയത്തില്ല. അപ്പൊ താങ്ക് യു ഗൈസ്. അറിയാത്ത കങ്കുവാടോടെയാണ് റിലീസ്. അപ്പൊ താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്.